ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു ഹെൽത്തി സ്കിന്നിന് വേണ്ടുന്ന ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അതായത് ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ ഡെയിലി ഒരു 15 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ ഡെയിലി കുടിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഇരിക്കുള്ളൂ. അപ്പോൾ ഹെൽത്തി സ്കിന്നിന് വേണ്ടുന്ന ഫസ്റ്റ് കാര്യം എന്താണ്? ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ ഡെയിലി ഒരു 15 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വെള്ളം അങ്ങനെ വെള്ളമായിട്ട് കുടിക്കാൻ പാടാണെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുക. അതുപോലെ തന്നെ വാട്ടർമെലൺ, ലെമൺ ജ്യൂസ്, കുക്കുംബർ ജ്യൂസ്, ഇതൊക്കെ ജ്യൂസായിട്ട് കുടിക്കുക. ഇതൊക്കെ ഒത്തിരി നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആകാതിരിക്കും. നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഹെൽത്തി ഫുഡാണ്. ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഫ്രഷ് ലീഫ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ ധാരാളം കഴിക്കുക. അതുപോലെ തന്നെ ജങ്ക് ഫുഡ് മാക്സിമം ഒഴിവാക്കുക. കാരണം ഈ രണ്ട് ഫുഡും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ സ്കിന്നിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഒരു 5 വർഷമായിട്ട് പ്യുവർ വെജിറ്റേറിയൻ ആണ്. അപ്പൊ എനിക്കറിയാം അതിന്റെ ഒരു വ്യത്യാസം, ഈ ഫുഡ് തമ്മിലുള്ള ഒരു വ്യത്യാസം എത്രത്തോളം നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്നു എന്നുള്ളത്. ഞാൻ ഒരു 5 വർഷമായിട്ട് പ്യുവർ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുന്നേ നോൺ വെജ് ധാരാളം കഴിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ സ്കിന്നിലുണ്ടായ ഒരുപാട് പ്രോബ്ലംസ് അത് കഴിഞ്ഞിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്. കാരണം ആ സമയത്ത് എനിക്ക് നോൺ വെജ് കഴിക്കുന്ന സമയത്ത് എനിക്ക് ഈ നെറ്റിയിലൊക്കെ നന്നായിട്ട് പിമ്പിൾസ് വരുമായിരുന്നു. അപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആയതിനു ശേഷം എനിക്ക് ഫേസിൽ പിമ്പിൾസ് വരാറില്ല. അപ്പോൾ ആഗ്നേയ പ്രശ്നമുള്ള ആൾക്കാരും ഫേസിൽ പിമ്പിൾസ് വരുന്ന ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മെയിൻ റീസൺ നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. അത് പ്രത്യേകിച്ച് നോൺ വെജ്. ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയ ഫുഡ്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഒരുപാട് എഫക്ട് ചെയ്യും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്രഷ് ലീഫ്, ഇതൊക്കെ ധാരാളം കഴിക്കുക. മൂന്നാമത്തെ കാര്യം ഉറക്കമാണ്. അപ്പോൾ ഡെയിലി നമ്മളൊരു 8 മണിക്കൂർ നമുക്ക് വിശ്രമം അത്യാവശ്യമാണ്. അപ്പോൾ ഉറങ്ങുന്നതും നമ്മുടെ ഹെൽത്തി സ്കിന്നിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 8 മണിക്കൂർ ഡെയിലി ഉറങ്ങുക. അപ്പോൾ അതിൽ കൂടുതൽ ഉറങ്ങണ്ട, അതിൽ കുറവ് ഉറങ്ങണ്ട. ഓക്കെ. അടുത്ത കാര്യം റെഗുലർ എക്സർസൈസ് ആണ്. അപ്പോൾ യോഗ, അതുപോലെ തന്നെ ജോഗിങ്, റണ്ണിങ്, ഇതൊക്കെ നല്ല എക്സസൈസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം അത് ചെയ്യുക. കാരണം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. മാത്രമല്ല നമ്മുടെ ബോഡി നന്നായിട്ട് ഹീറ്റ് ആവും. ആ സമയത്ത് നമ്മുടെ സ്കിൻ പോഴ്സ് ഓപ്പൺ ആവുകയും നമ്മുടെ ബോഡിയിലുള്ള ടോക്സിക് വേസ്റ്റ് പുറന്തള്ളാനും ഇത് സഹായിക്കും. അത് കാരണം ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യുക. അതാണ് നാലാമത്തെ കാര്യം. അടുത്തതെന്ന് വെച്ചാൽ, നമ്മൾ ബെഡ് ടൈമിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും മേക്കപ്പോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം ഫേസിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം ഓവർനൈറ്റ് ടൈമിൽ നമ്മുടെ സ്കിൻ ബ്രീത്ത് ചെയ്യുന്ന ടൈമാണ്. അതുകൊണ്ട് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. നെക്സ്റ്റ്, ആറാമത്തെ കാര്യം എന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷൻ ആണ്. ആഴ്ചയിൽ 2 തവണയെങ്കിലും നിങ്ങളുടെ ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡെഡ് സ്കിൻ ലെയറിനെ നമുക്ക് റിമൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആഴ്ചയിൽ 2 തവണ എക്സ്ഫോളിയേറ്റ് ചെയ്യുക. ഒരുപാട് നേരം അല്ലെങ്കിൽ ഒരുപാട് തവണ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ കൂടുതലായിട്ട് ഡ്രൈ ആയിട്ട് മാറും. പിന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനെ കുറയ്ക്കാനും എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തത് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പുറത്തു പോകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. SPF 15 എങ്കിലുമുള്ള ഒരു സൺസ്ക്രീൻ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ടോണറാണ്.
ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനും അതുപോലെ തന്നെ ഒരു അമിതമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാനും നമ്മുടെ സ്കിന്നിലുള്ള പോസിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ റുട്ടീനിലും അതുപോലെ തന്നെ എക്സസൈസ് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യില്ലേ, അതിന് മുമ്പായിട്ട് ടോണർ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ടോണർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും, പ്രത്യേകിച്ച് ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർ, ഓയിലി സ്കിൻ ഉള്ളവർ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഡെയിലി നിങ്ങളുടെ ഫേസ് ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഫേസ് കുറച്ച് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം വാഷ് ചെയ്യുക. ആക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഓയിലി സ്കിൻ ഉള്ളവരും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫേസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല വെള്ളത്തിൽ, എന്താ പറയുക, തണുത്ത വെള്ളത്തിൽ ഫേസ് ഇടയ്ക്ക് വാഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ആക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്കാരും ഓയിലി സ്കിന്നുള്ള ആൾക്കാരും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന ഓവറായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൾട്ടാണി മിട്ടി പ്ലസ് കേർഡ് പ്ലസ് ലെമൺ ജ്യൂസ് ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. ദെൻ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം ഒരു ടവല് വെച്ചിട്ട് പാറ്റ് ഡ്രൈ ചെയ്യുക. ഇത് ഡെയിലി ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ എക്സസ് ആയിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർ ചെയ്യരുത് കേട്ടോ. ഓയിലി സ്കിൻ ഉള്ളവരും ആക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്കാരും ഇത് ചെയ്യാം. ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇത്രയും ആണ് നമ്മളുടെ ഹെൽത്തി സ്കിന്നിന് വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത സ്കിൻ കെയർ ചലഞ്ചിന്റെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.